നമുക്ക് 2 തിരിത കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. അത്യാവശ്യം 1.5 കിലോൻ്റെ അടുത്ത് 2 കൂടി ഉണ്ടാവും. നമുക്കിതൊന്ന് സൂപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷാണ്, ചൂണ്ട കിട്ടിയതാണ്. നമുക്ക് നോക്കാം ഇതിൽ പഞ്ഞി ഉണ്ടാകേണ്ട സമയമാണ്. നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിയോ. പിന്നെ നമ്മൾ എടുക്കുന്ന ടൂൾസാണിത്, കത്രിക, കത്തി, പിന്നെ ഇത് നമ്മളെ ചിലമ്പൽ കളയുള്ള ഒരു സാധനമാണ്. നമുക്ക് ആദ്യം ചിറകും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ബോർഡ് മുള കൊണ്ടുണ്ടാക്കിയ ബോർഡാണ്. മുള അത്യാവശ്യം നല്ല ഉഷാറുള്ള ബോർഡിനാണ്. ചിതമ്പിൽ നമുക്ക് നല്ല കാമ്പുള്ള മീൻ തന്നെയാണ്. ഇതിനെ കുറിച്ച് പിന്നെ കൂടുതൽ നമ്മൾ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. നല്ല രാജകീയമായിട്ടുള്ള മീൻ തന്നെയാണ്. ഏകദേശം 1.5 കിലോന് അത്യാവശ്യം റേറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചൂണ്ട കിട്ടിയോണ്ട് പിന്നെ നമ്മൾ റേറ്റ് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യാനൊന്നുമില്ല. ഇതിൻ്റെ ചിറകൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിൻ്റെ ചതമ്പൽ നമുക്ക് ഒഴിവാക്കാം. വാൽമന്ന് നമ്മൾ തുടങ്ങുന്നുണ്ട്. ചതമ്പലെല്ലാം തെറിച്ച് പോകുന്നു. ചിലമ്പൽ അത്യാവശ്യം നല്ല പവറുണ്ട് ചിലമ്പലിനൊക്കെ. ഇത് അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്നത്. ചിലമ്പൽ നല്ല ഡിസൈനിങ് ആയിട്ടുള്ള ചിലമ്പലാണ്. പിന്നെ നമ്മുടെ ചാനൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കാണുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഇതൊക്കെ ഒന്ന് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അടുത്തൊക്കെ വീഡിയോ എത്തിപ്പെടുന്നതന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കൈ വൈകുകയും ചെയ്യരുത്. അത്യാവശ്യം നല്ല നല്ല വീഡിയോ ഞാൻ ഇതായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യം ഓരോരോ തിരക്കപ്പെട്ടിട്ടാണ് ഒന്നാമത്. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഫുള്ള് ക്ലീനാക്കി 2 മിനിറ്റ് ചെതമ്പിൽ ക്ലീനാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിങ്ങിൽ കിടക്കാം. ഫുള്ള് ചെതമ്പിലൊക്കെ ഫുള്ള് പോയി. മീനെ തൊലിക്കൊന്നൊന്നും പറ്റിയിട്ടില്ല, ചെതമ്പിൽ മാത്രം റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് മാറ്റിയേക്കാം. അടുത്ത മീന് എടുത്തു. നല്ല സുഖമായിട്ട് പോരുന്നുണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട്. ഏകദേശം 2 ഭാഗം ക്ലീൻ ആയി കഴിഞ്ഞാൽ
അങ്ങനെ ഈ ഭാഗവും ക്ലിയർ ചെയ്യാം. ക്ലീനാക്കി നമ്മൾ പ്രത്യേക ഒരു കല തന്നെ. പിന്നെ ഒന്നാമത് ഇതിന് താല്പര്യമുണ്ട് ക്ലീനാക്കി. അപ്പോൾ സമയമില്ലാത്ത ഒരു നേരത്തും ഇത് ചെയ്യരുത്. സമയം കിട്ടുമ്പോൾ മാത്രം ഇത് മീൻ ക്ലീനാക്കി. പിന്നെ ഇതിൻ്റെ തലഭാഗത്ത് നിന്ന് ഒന്ന് തുടങ്ങാം. ഇതിൻ്റെ വയറ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് റിവേഴ്സ് ആയിട്ട് ക്ലീൻ ആക്കാൻ നല്ലത്, ഓപ്പൺ ആക്കാൻ നല്ലത്. ഇവിടുന്ന് നമ്മൾ രണ്ടും ഇതേമാതിരി തന്നെ വയറ് ക്ലീൻ ആക്കി എടുക്കാം. കറുപ്പ് ഭാഗമുണ്ടല്ലോ, ഇത് നമുക്ക് റിമൂവ് ചെയ്യണം. അത്യാവശ്യം മീനിന് നല്ല നെയ്യൊക്കെ ഉണ്ട്. അതിന് നമുക്ക് റിമൂവ് ചെയ്യാൻ, ഈ കറുപ്പ് ഭാഗം റിമൂവ് ചെയ്യാൻ ഈ സാധനം കൊണ്ട് തന്നെ വരിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ ഏകദേശം പോരും. ഇനി അത്യാവശ്യം നല്ല നെയ്യുള്ള മീനാട്ടോ. വയറുഭാഗത്തൊക്കെ നല്ല നെയ്യുണ്ട്. പൊരിക്കാൻ ഒക്കെ നല്ല പറ്റിയ സൈസാണ്. അത്യാവശ്യം നല്ല കാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചളി പോക്കൽ നിർബന്ധമാണ്, എന്നാലേ കൂടുതലായിട്ട് വൃത്തിയാവുള്ളൂ. അത് നവറാക്കാൻ പാടില്ല. ഈ സാധനമൊക്കെ വലിയ ഇതാണ്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. വാല നമുക്കൊന്ന് കയറ്റി കട്ട് ചെയ്യാം. വാലെടുത്തു. ഒരു ചെറിയ വര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ടുള്ളതൊക്കെ ചെറുതാക്കി മുറിച്ച് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര പീസ് കിട്ടി. വാലടക്കം നമുക്ക് പിന്നെ തലഭാഗമുണ്ട്. തലഭാഗം നമുക്ക് കറി വെക്കാനും മാറ്റി വെക്കാം. ഇന്നും കുറച്ച് പാർട്ടുകൾ നമുക്ക് കറി വെക്കാം. 4, 5, 9 പീസ് ഇറച്ചി ഭാഗം കിട്ടിനെ. ഈ തലഭാഗം നമുക്ക് ഇതിൻ്റെ വായ ഭാഗം എടുത്ത് വെക്കാം. നമുക്ക് ടോട്ടൽ മീൻ ഇത്ര കിട്ടിയ 2 മീനുണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത ക്വാണ്ടിറ്റി കിട്ടീനെ, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഈ വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വിജയിപ്പിക്കണം ഈ ചാനൽ.
വളരെ കുറച്ച് ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ചാനൽ. അപ്പോൾ നിങ്ങളെടുത്തൊക്കെ എത്തിപ്പെടുന്നതന്നെ കാരുണ്യം കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ആ കാരുണ്യത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി സഹകരിക്കണം.